വിദ്യാർത്ഥികളെ എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. സർക്കിൾ മെഷേഴ്സിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കാണ്. സർക്കിൾ മെഷേഴ്സ് ലാസ്റ്റ് പാർട്ടിൽ പ്രാക്ടീസ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഏരിയ ഓഫ് ദി സർക്കിൾസ്, ദെൻ പെരിമീറ്റർ ഓഫ് ദി സർക്കിൾ, ആപ്ലിക്കേഷൻ ഓഫ് പെരിമീറ്റർ ഓഫ് ദി സർക്കിൾ റിലേറ്റഡ് പ്രോബ്ലം, ദെൻ ഏരിയ ഓഫ് ദി സർക്കിൾ റിലേറ്റഡ് പ്രോബ്ലം. What is the area of circle? Area of the circle equal to pi r square. What is the perimeter of the circle? Perimeter of the circle equal to 2 pi r. അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് പ്രാക്ടീസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഇനി നമുക്കുള്ള ഒരു ടോപ്പിക്ക് എന്ന് പറയുന്നത് എഴുതി വെക്കുക, സൈഡിങ് എഴുതി വെക്കുക. ടോപ്പിക്കിൻ്റെ എഴുതുക ലെങ്ത് ആൻഡ് ആംഗിൾ. ലെങ്ത് ആൻഡ് ആംഗിൾ ആണ് നെക്സ്റ്റ് ഒരു ടോപ്പിക്ക്. ലെങ്ത് ആൻഡ് ആംഗിൾ. അവിടെ നമുക്ക് പഠിക്കുന്ന ഒരു പ്രത്യേക കേസാണ് ഒരു സർക്കിളിൻ്റെ ഒരു പാർട്ട്, ദാറ്റ് ഈസ് സെക്ടർ ഓഫ് ദി സർക്കിൾ. ദാറ്റ് ഈസ് സെക്ടർ ഓഫ് ദി സർക്കിൾ. ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പാർട്ടിനെയാണ് സെക്ടർ ഓഫ് ദി സർക്കിൾ. വാട്ട് ഈസ് ദി സെക്ടർ ഓഫ് ദി സർക്കിൾ? റീജിയൻ ബൗണ്ടഡ് ബിറ്റ്വീൻ ടു റേഡിയൈ ആൻഡ് കറസ്പോണ്ടിങ് ആർക്ക് ഈസ് കോൾഡ് സെക്ടർ ഓഫ് ദി സർക്കിൾ. Region bounded between two radii and corresponding arc. ഇതാണ് corresponding arc. Region bounded between two radii and corresponding arc is called sector of the circle. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെക്ടർ ഓഫ് ദി സർക്കിൾ എന്ന് പറയുന്നത്. ദെൻ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ആർക്ക് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ഫസ്റ്റ് പറയുന്നത്. അതാണ് ലെങ്ത് ആൻഡ് ആംഗിൾ എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. സെൻറ്റർ ഒ എ ബി ഈസ് ദി ആർക്ക്. ഒ എ ഒ ബി റേഡിയൈ. റീജിയൻ ബൗണ്ടഡ് ബിറ്റ്വീൻ ടു റേഡിയൈ ആൻഡ് കറസ്പോണ്ടിങ് ആർക്ക് ഈസ് കോൾഡ് സെക്ടർ ഓഫ് ദി സർക്കിൾ. ദ ലെങ്ത് ഓഫ് ദി ആർക്ക് എ ബി ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ആർക്ക് ലെങ്ത് ഓഫ് ദി സെക്ടർ ഈക്വൽ ടു, ആർക്ക് ലെങ്ത് ഓഫ് ദി സെക്ടർ ഈക്വൽ ടു എഴുതി വെക്കുക, ഫോർമുല എഴുതി വെക്കുക. 2 pi r ഇൻറ്റു എക്സ് ബൈ 360. ദാറ്റ് ഈസ് സെൻട്രൽ ആംഗിൾ ഓഫ് ദി സെക്ടർ എക്സ് ഡിഗ്രി, റേഡിയസ് ഓഫ് ദി സെക്ടർ ആർ, ദെൻ ആർക്ക് ലെങ്ത് ഓഫ് ദി സെക്ടർ ഈക്വൽ ടു 2 pi r ഇൻറ്റു എക്സ് ബൈ 360. ആർക്ക് ലെങ്ത് ഓഫ് ദി സെക്ടർ ഈക്വൽ ടു 2 pi r ഇൻറ്റു എക്സ് ബൈ 360. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ആർക്ക് ലെങ്ത് ഓഫ് ദി സെക്ടർ. വാട്ട് ഈസ് മീൻ ബൈ ദി സെക്ടർ? എ സെക്ടർ ഓഫ് എ സർക്കിൾ ഈസ് റീജിയൻ ബൗണ്ടഡ് ബിറ്റ്വീൻ ടു റേഡിയൈ ആൻഡ് കറസ്പോണ്ടിങ് ആർക്ക് ഈസ് കോൾഡ് സെക്ടർ ഓഫ് ദി സർക്കിൾ. ദാറ്റ് ഈസ് ഷെയ്ഡഡ് റീജിയൻ. ഈ ഷെയ്ഡഡ് റീജിയൻ. സ്മോളർ പാർട്ട് ഈസ് കോൾഡ് സ്മോളർ സെക്ടർ ഓർ മൈനർ സെക്ടർ. ലാർജർ പാർട്ട് ഈസ് കോൾഡ് മേജർ സെക്ടർ. ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പാർട്ട് മൈനർ സെക്ടർ, അൺഷെയ്ഡ് പാർട്ട് മേജർ സെക്ടർ. ഓക്കെ, മൈനർ സെക്ടർ സെൻട്രൽ ആംഗിൾ ആൻഡ് മേജർ സെക്ടർ സെൻട്രൽ ആംഗിൾ ഈക്വൽ ടു 360. ടോട്ടൽ ചെയ്താൽ 360 ആണ് വരിക. ദെൻ എക്സ് ഈസ് ദി സെൻട്രൽ ആംഗിൾ ഓഫ് ദി സെക്ടർ, ആർ ഈസ് ദി റേഡിയസ് ഓഫ് ദി സർക്കിൾ, ദെൻ ആർക്ക് ലെങ്ത് ഓഫ് ദി സെക്ടർ ഈക്വൽ ടു 2 pi r ഇൻറ്റു എക്സ് ബൈ 360. ഇന്ന് ഫോർമുല പറഞ്ഞാട്ടെ. ആർക്ക് ലെങ്ത് ഓഫ് ദി സെക്ടർ ഈക്വൽ ടു 2 pi r ഇൻറ്റു എക്സ് ബൈ 360. എക്സ് സെൻട്രൽ ആംഗിൾ ഓഫ് ദി സെക്ടർ, ആറ് റേഡിയസ് ഓഫ് ദി സെക്ടർ. എക്സ് സെൻട്രൽ ആംഗിൾ ഓഫ് ദി സെക്ടർ, ആറ് റേഡിയസ് ഓഫ് ദി സെക്ടർ. പൈ 3.14 അല്ലെങ്കിൽ 22/7 ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാം. എക്സാമ്പിൾ പ്രോബ്ലം. അപ്പോൾ ആ ടോപ്പിക്കാണ് ഫസ്റ്റ് ഉള്ളത്. ലെങ്ത് ആൻഡ് ആംഗിൾ, ആർക്ക് ലെങ്ത് ഓഫ് ദി സെക്ടർ. ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് 6 centimeter. In a circle of radius 6 centimeter. In a circle of radius 6 centimeter. Radius 6 centimeter. What is the length of an arc of central angle 120 degree? What is the length of an arc of central angle 120 degree? What is the length of an arc of central angle 120 degree?
Then arc length equal to ARC ആണ് arc length equal to 2 pi r into x by 360. Arc length of the sector 2 pi r into x by 360. Then 2 pi last substitute ചെയ്യുക 2 pi into radius 6 x 120 by 360. ഇവിടെ വർക്കിംഗ് കോളത്തിൽ എഴുതി വെച്ചേക്കണം. Radius equal to 6 centimeter. X central angle of the sector equal to 120 degree. 2 pi into 6 into 120 by 360. Cut 0, cut 0. 12, 36, cut 3. Cut 6, cut 3. That is 2. 2 into 2 pi. 4 pi centimeter. Arc length unit centimeter. Then 4 into 3.14. 4 4s are 16, balance 1, 4 1s are 4 plus 1, 5, 4 3s are 12.56 centimeter. 12.56 centimeter is the arc length of the sector with the central angle 120 degree and radius 6 centimeter. അതാണ് arc length of the sector. ഒരു എക്സാമ്പിൾ പ്രോബ്ലം കൂടി എഴുതിയേക്കുക. In a circle of radius 3 centimeter, what is the length of an arc of central angle 60 degree? What is the length of an arc of central angle 60 degree? Then working കോളത്തിൽ എഴുതി വെക്കുക radius equal to 3 centimeter, central angle x equal to 60 degree. Then arc length equal to പറഞ്ഞോളൂ arc length equal to 2 pi r into x by 360. പറ 2 pi r into x by 360. 2 pi into 3 into 60 by 360. Cut 0, cut 0, 6, cut 36, cut 6. Cut 3, cut 6, cut 2, that is pi. That is pi. 3.14 centimeter. 3.14 centimeter. ഇവിടെ നോക്കുക 2 pi r into x by 360, 2 pi into 3 into 60 by 360, then 60 by 360 0 കട്ട് ചെയ്തു, 6 36 കട്ട് ചെയ്തു, ഡിനോമിനേറ്റർ 6 ആയി, then 3 കട്ട് ചെയ്തു, 2 ആയി, 2 എടുത്ത് കട്ട് ചെയ്തു, ദാറ്റ് ഈസ് പൈ 3.1 സെൻറ്റിമീറ്റർ. അപ്പോൾ ആർക്ക് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാലോ അല്ലേ? ആർക്ക് ലെങ്ത് ഓഫ് ദി സെക്ടർ ഈക്വൽ ടു എപ്പോഴും പറഞ്ഞുകൊണ്ടേ ഇരിക്കണം എക്സ് ബൈ 360 2 pi r ഇൻറ്റു എക്സ് ബൈ 360, എക്സ് ബൈ 360 ഇൻറ്റു 2 pi r അങ്ങനെയും പറയട്ടോ. 2 pi r ഇൻറ്റു എക്സ് ബൈ 360, എക്സ് ബൈ 360 ഇൻറ്റു 2 pi r, എക്സ് ബൈ 360 ഇൻറ്റു 2 pi r, 2 pi r ഇൻറ്റു എക്സ് ബൈ 360 രണ്ടും സെയിം ആണ്. നെക്സ്റ്റ് പ്രോബ്ലം. ഇൻ എ സർക്കിൾ the length of an arc of central angle 40 degree, the length of an arc of central angle 40 degree is 3 pi centimeter. Arc length തന്നിട്ടുണ്ട് 3 pi centimeter. What is the perimeter of the circle? What is the perimeter of the circle? What is its radius? What is its radius? What is the perimeter of the circle? What is the radius? അപ്പോൾ നമുക്കറിയാം ആർക്ക് ലെങ്ത്ത് തന്നിരിക്കുന്നുണ്ട്. ആർക്ക് ലെങ്ത്ത് ഈക്വൽ ടു 3 പൈ. ആർക്ക് ലെങ്ത്ത് ഈക്വൽ ടു 3 പൈ സെൻറ്റിമീറ്റർ. എക്സ് ഈക്വൽ ടു 40 ഡിഗ്രി. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എക്സ് 2 പൈ ആർ ഇൻറ്റു എക്സ് ബൈ 360 ഈക്വൽ ടു 3 പൈ. ആർക്ക് ലെങ്ത്ത് തന്നിട്ടുണ്ട്. ദെൻ പെരിമീറ്റർ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. 2 പൈ ആർ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. 2 പൈ ആർ ഇൻറ്റു എക്സ് 40 by 360 equal to 3 pi. Then 2 pi r 0 കട്ട് ചെയ്തു, 4 36 കട്ട് ചെയ്തു, ഇൻറ്റു 2 pi r ഇൻറ്റു 1 by 9 ഈക്വൽ ടു 3 pi. 2 pi r ഈക്വൽ ടു 9 ട്രാൻസ്പോസ് റൈറ്റ് സൈഡ്, 3 pi ഇൻറ്റു 9 27 pi is the 27 pi centimeter is the perimeter of the circle.
Perimeter of the circle 2 pi r equal to 27 pi. Perimeter of the circle 2 pi r equal to 27 pi. Then radius 2 pi r equal to 27 pi. Pi cut out ചെയ്താൽ 2r equal to 27, r equal to 27 by 2, 13.5. Radius of the circle equal to 13.5. Perimeter equal to 2 pi r, that is 27 pi. അപ്പോൾ നമുക്ക് പറയാറുണ്ട്, എങ്ങനെ പറയാം, റേഡിയസ് സെൻട്രൽ ആംഗിൾ തന്ന് ആർക്ക് ലെങ്ത്ത് കാണാൻ പറയും, ആർക്ക് ലെങ്ത്ത് സെൻട്രൽ ആംഗിളൊക്കെ തന്ന് റേഡിയസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും. അങ്ങോട്ട് തിരിച്ചും മറിച്ചൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇവിടെ 2 pi r into x by 360 is equal to 3 pi. 2 pi r into 40 by 360 is equal to 3 pi. 40 by 360 cut ചെയ്ത് 1 by 9, that is equal to 3 pi. 2 pi r equal to 3 pi into 9, that is 27 pi centimeter. 27 pi centimeter. Then radius equal to 13.5 centimeter. Radius of the sector or radius of the circle equal to 13.5 centimeter. അടുത്തൊരു ചെറിയൊരു മെൻ്റൽ എബിലിറ്റി യൂസ് ചെയ്യുന്നത്, ഇൻ എ സർക്കിൾ ദി ലെങ്ത് ഓഫ് എൻ ആർക്ക് ഓഫ് സെൻട്രൽ ആംഗിൾ 25 degrees 4 centimeter. ഇൻ എ സർക്കിൾ ദി ലെങ്ത് ഓഫ് ദി ആർക്ക് ഓഫ് എൻ സെൻട്രൽ ആംഗിൾ ഈക്വൽ ടു 4 centimeter. ഇൻ എ സർക്കിൾ ദി ലെങ്ത് ഓഫ് എൻ ആർക്ക് ഓഫ് സെൻട്രൽ ആംഗിൾ 25 degree is 4 centimeter. 4 centimeter. Full stop. In the same circle, what is the length of an arc of central angle 75 degree? What is the length of an arc of central angle 75 degree? For central angle 25 degree, length of an arc 4 centimeter. സെൻട്രൽ ആംഗിൾ 25 degree, ലെങ്ത് ഓഫ് ആൻ ആർക്ക് 4 centimeter. ഇപ്പോൾ നമ്മളിത് 2 pi r into x by 360 is equal to 4. 2 pi r into 25 by 360 is equal to 4. ദെൻ അങ്ങോട്ട് കട്ട് ചെയ്ത് 2 pi r ദെൻ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഇല്ല, ഭയങ്കര റിസ്ക് ആണത്. അപ്പോൾ ഇവിടെ മെൻ്റൽ എബിലിറ്റി അപ്ലൈ ചെയ്യാം. 25 degree ദെൻ 4 centimeter. ദെൻ 50 degree 25ൻ്റെ ഡബിൾ, ദാറ്റ് ഈസ് 4ൻ്റെ ഡബിൾ 8 centimeter. ഒരു പർട്ടിക്കുലർ ആയിട്ടാണ് കേസ് പോകുന്നത്. ദെൻ 25ൻ്റെ 3 times 75 degree, ദാറ്റ് ഈസ് 4ൻ്റെ 3 times 4 3s are 12 centimeter. 4 3s are 12 centimeter. ഇനി 100 degree, സെയിം സർക്കിൾ ആവണേ, റേഡിയസ് നോ ചേഞ്ച്. 100 degree ആണെങ്കിലോ 25 into 4, ദാറ്റ് ഈസ് 4 into 4 16 centimeter. ഓക്കെ. Then 25 into 2 50 degree, 4 into 2 8 centimeter. Length of an arc, the central angle. 25 degree into 3, that is 75 degree, 4 into 3 12 centimeter. 25 into 4 100 degree, that is 4 into 4 16 centimeter. Then ഒരു മെൻ്റൽ എബിലിറ്റി ആണ്, അത്രയേ ഉള്ളൂ, അത് ക്വസ്റ്റ്യൻ ഉള്ളൂ കേട്ടോ. അത് ഫോർമുല യൂസ് ചെയ്യാതെ മെൻ്റൽ എബിലിറ്റി യൂസ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ലെങ്ത് ഓഫ് ആൻ ആർക്ക് ആൻഡ് സെൻട്രൽ ആംഗിൾ റിലേഷൻ. ലെങ്ത് ഓഫ് ആൻ ആർക്ക്, സെൻട്രൽ ആംഗിൾ 25 degree, ലെങ്ത് ഓഫ് ആൻ ആർക്ക് 4 centimeter. സെൻട്രൽ ആംഗിൾ 50 degree, ലെങ്ത് ഓഫ് ആൻ ആർക്ക് 8 centimeter. സെൻട്രൽ ആംഗിൾ 75 degree, ലെങ്ത് ഓഫ് ആൻ ആർക്ക് 12 centimeter. ദാറ്റ് ഈസ് സെയിം സർക്കിൾ ആയിരിക്കണം എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ട്. ഒരേ സർക്കിളിൽ മാത്രമേ പറ്റത്തുള്ളൂ. ഓക്കെ, ഡിഫറെൻറ്റ് സർക്കിൾ പറ്റത്തില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the picture shows the parts of a circle centered at each vertex of an equilateral triangle. And passing through the other two vertices. What is the perimeter of the figure? What is the perimeter of the figure? ഇപ്പോൾ ശ്രദ്ധിക്കുക, ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിള് ഒരു പാർട്സ് എന്താ ഇവിടെ പറയുന്നത്, ദ പിക്ചർ ഷോസ് ദ പാർട്സ് ഓഫ് എ സർക്കിൾ സെൻറ്റേർഡ് അറ്റ് ഈച്ച് വെർട്ടെക്സ് ഓഫ് എൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഓരോന്നിൻ്റെ സെൻട്രലായിട്ടാണ് ഓരോ പാർട്സ് ഇവിടെ കാണുന്നത്.
ഒരു പാർട്സ് ഇവിടെ ജോയിൻ ചെയ്ത് ഇക്വലേറ്ററൽ ട്രയാങ്കിളാണ് 60 ഡിഗ്രി 60 ഡിഗ്രി 60 ഡിഗ്രി. ഇതാണ് പെരിമീറ്റർ ഓഫ് ദി ഫിഗർ എന്ന് പറയുന്നത്. ഈ ഫിഗറിൻ്റെ പെരിമീറ്ററാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതായത് സർക്കിളല്ല അത് ഫുള്ളായിട്ട് വരുന്നത്, ഒരു പാർട്ട് ഓഫ് റീജിയനാണ്, പാർട്ട് റീജിയനാണ്. അങ്ങനെ ഇപ്പോൾ ഫുൾ സർക്കിളായിട്ട് നിങ്ങൾക്ക് തോന്നണ്ട. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്ന ഒരു സർക്കിളിൻ്റെ അകത്ത് കൊണ്ടുപോയിട്ട് ഒരു ഇതങ്ങോട്ട് വരയ്ക്കും. ഫുൾ റീജിയൻ ഇക്വലേറ്ററൽ ട്രയാങ്കിൾ ജസ്റ്റ് കാണിച്ചിട്ട് ഇവിടെ ഒരു പാർട്ട്, സർക്കിളിൻ്റെ പാർട്ട്, ഇവിടെ ഒരു പാർട്ട്, ഇവിടെ ഒരു പാർട്ട്, ഫുൾ സർക്കിളല്ല. ദെൻ പെരിമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യണം. ഈ ആർക്ക് ലെങ്ത്ത്, ആർക്ക് ലെങ്ത്ത്, ആർക്ക് ലെങ്ത്ത്, 3 ആർക്ക് ലെങ്ത്ത് ആഡ് ചെയ്ത് വരണം. ABC ഇക്വലേറ്ററൽ ട്രയാങ്കിൾ ആക്കി എടുത്തു. 60 ഡിഗ്രി 60 ഡിഗ്രി 60 ഡിഗ്രി ഓൾ ആംഗിൾസ്. ദെൻ ആർക്ക് ലെങ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യണം. 3 ആർക്ക് ലെങ്ത്ത് ഉണ്ട് അല്ലേ? 3 ആർക്ക് ലെങ്ത്ത്. റേഡിയസ് 4 ആണ്. റേഡിയസ് 4 മീൻസ് സൈഡ് ഓഫ് ദി ഇക്വലേറ്ററൽ ട്രയാങ്കിൾ ഈക്വൽ ടു റേഡിയസ് ഓഫ് ദി സർക്കിൾ. ആ പിക്ചറിൽ അവർ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് റേഡിയസ് ക്വസ്റ്റ്യനിൽ പറയണ്ട, പിക്ചർ ഓൾറെഡി തന്നതാണ്. ദെൻ ABC ഈസ് എൻ ഇക്വലേറ്ററൽ ട്രയാങ്കിൾ. ദെൻ പാർട്ട് ഓഫ് ദി സർക്കിളാണ് ദിസ് പാർട്ട്, ദിസ് പാർട്ട്, ദിസ് പാർട്ട്. 3 പാർട്ട് ഉണ്ട്. വാട്ട് ഈസ് ദി പെരിമീറ്റർ ഓഫ് ദി ഫിഗർ? ഇതാണ് പെരിമീറ്റർ. ഈ ഫിഗറിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ സർക്കംഫറൻസ്, ഈ പാർട്ട് ഫുള്ളായിട്ട് 3 ആർക്ക് ലെങ്ത്ത് സമ്മാണ്. ദെൻ ഫസ്റ്റ്ലി ഫൈൻഡ് ഔട്ട് ആർക്ക് ലെങ്ത്ത് ഓഫ് ദി സെക്ടർ വിത്ത് സെൻട്രൽ ആംഗിൾ 40 ഡിഗ്രി. ഒരു ആർക്ക് ലെങ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ ദാറ്റ് ഈസ് ആർക്ക് ലെങ്ത്ത് ഇൻറ്റു 3. ഒരു 1 ആർക്ക് ലെങ്ത്ത് ഇൻറ്റു 3 ചെയ്താൽ പെരിമീറ്റർ ഓഫ് ദി ഫിഗർ. Then arc length of the sector, arc length of the sector with central angle 60 degree. ഇതാണ് 60 ഡിഗ്രി. ഇത് സർക്കിളിൻ്റെ സെൻറ്ററിൽ വരുന്ന പാർട്ടാണ്. സെൻട്രൽ ആംഗിൾ 60 ഡിഗ്രി. ദെൻ റേഡിയസ് 4 സെൻറ്റിമീറ്റർ. സൈഡ് ഓഫ് ദി ഇക്വലേറ്ററൽ ട്രയാങ്കിൾ ആയിട്ട് കാണിച്ചത് റേഡിയസ് ആണ്. എന്താ ഫോർമുല പറഞ്ഞോളൂ? 2πr ഇൻറ്റു x/360. 2π ഇൻറ്റു 4 ഇൻറ്റു 60/360. 0 0 കട്ട്, 6 കട്ട് 6, 2 കട്ട് ഇവിടെ 3, ദാറ്റ് ഈസ് 4π/3 സെൻറ്റിമീറ്റർ. ആർക്ക് ലെങ്ത് ഓഫ് ദി 1 സെക്ടർ, ആർക്ക് ലെങ്ത് ഓഫ് ദി 1 സെക്ടർ ഈക്വൽ ടു 4π/3 സെൻറ്റിമീറ്റർ. 4π/3 സെൻറ്റിമീറ്റർ. ഹൗ മെനി ആർക്സ്? 1 2 3 ആർക്ക്. ദെൻ ടോട്ടൽ പെരിമീറ്റർ ഓഫ് ദി ഫിഗർ. ഈ ഒരു ഷേപ്പിന് പേരില്ല കേട്ടോ. ടോട്ടൽ പെരിമീറ്റർ ഓഫ് ദി ഫിഗർ ഈക്വൽ ടു, ടോട്ടൽ പെരിമീറ്റർ ഓഫ് ദി ഫിഗർ ഈക്വൽ ടു 4π/3 ഇൻറ്റു 3. 4π/3 ഇൻറ്റു 3. 4π/3 ഇൻറ്റു 3. 4π/3 ഇൻറ്റു 3. കട്ട് 3 കട്ട് 3, ദാറ്റ് ഈസ് 4π സെൻറ്റിമീറ്റർ. That is 4π സെൻറ്റിമീറ്റർ. 4 ഇൻറ്റു 3.14. 16 ബാലൻസ് 1, 4 5, that is 12.56 സെൻറ്റിമീറ്റർ. Then perimeter of the figure equal to 4π സെൻറ്റിമീറ്റർ or 12.56 സെൻറ്റിമീറ്റർ. ഇവിടെ ശ്രദ്ധിക്കുക, ദി പിക്ചർ ഷോസ് ദി പാർട്സ് ഓഫ് എ സർക്കിൾ. പാർട്ടാണ്. പാർട്സ് ഓഫ് എ സർക്കിൾ സെൻറ്റേഡ് അറ്റ് ഈച്ച് വെർട്ടെക്സ് ഓഫ് എൻ ഇക്വലേറ്ററൽ ട്രയാങ്കിൾ. ഇതൊക്കെ സെൻറ്ററാണ്. സർക്കിളിൻ്റെ ഒരു സെൻറ്ററായിട്ടാണ് വരുന്നത്. ഈച്ച് വെർട്ടെക്സ് ഓഫ് എൻ ഇക്വലേറ്ററൽ ട്രയാങ്കിൾ. ഈച്ച് വെർട്ടെക്സ് സെൻറ്റേഡ് അറ്റ് ഈച്ച് വെർട്ടെക്സ് ഓഫ് എൻ ഇക്വലേറ്ററൽ ട്രയാങ്കിൾ ആൻഡ് പാസിങ് ത്രൂ അതർ 2 വെർട്ടീസസ്. ഇതിനെ സെൻറ്ററാക്കി വെക്കുമ്പോൾ മറ്റ് 2 സർക്കിളിലൂടെ ഒരു പാർട്ട് പാസ് ചെയ്യുന്നു. ഇത് സെൻറ്ററാക്കി പിടിക്കുമ്പോൾ ഇതിലൂടെ പാർട്ട് പാസ് ചെയ്യുന്നു. ഇത് സെൻറ്ററാക്കി വെക്കുമ്പോൾ അടുത്ത 2 പൈൽ. അങ്ങനെയാണ് വരുന്നത്. ഓരോന്നിനെ സെൻറ്ററായിട്ട് കൺസിഡർ ചെയ്യാണ്. ദെൻ വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് ദി ഫിഗർ? പെരിമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യണം. ദെൻ റേഡിയസ് 4 ആണ്. ഇക്വലേറ്ററൽ ട്രയാങ്കിളിൻ്റെ റേഡിയസ് 4 സെൻറ്റിമീറ്റർ ആണ്. 4 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ റേഡിയസ് സിമ്പിളല്ലേ? 4 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ കാണിച്ചു തന്നു കഴിഞ്ഞാൽ ഇതാ ഒരു സർക്കിൾ കറക്റ്റ് വരച്ച് കഴിഞ്ഞാൽ ആ സർക്കിളിൽ ഒരു പാർട്ട് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഇതാ 4 സെൻറ്റിമീറ്ററിൽ ഒരു പാർട്ട് എടുത്തിട്ട് ഇങ്ങോട്ട് മുറിച്ച് മാറ്റുന്നു. ദെൻ
വേറൊരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എടുത്തിട്ട് ഒരു പാർട്ടാക്കുന്നു, കട്ട് ചെയ്തെടുക്കുന്നു. ദെൻ വേറൊരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ പീസാക്കി എടുക്കുന്നു, ഇതെടുക്കുന്നു. ഈ 3 പീസ് അവിടെ കൊണ്ടുപോയിട്ട് ഫിറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ആ 3 പീസ് ഫിറ്റ് ചെയ്യുമ്പോൾ ഒരൊറ്റ ട്രയാങ്കിളോ വരുള്ളൂ. എന്നിട്ട് 3 ആർക്കാക്കിയിട്ട് ജോയിൻ ചെയ്യും. അപ്പോൾ ആർക്ക് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു? ആർക്ക് ലെങ്ത് ഓഫ് ദി വൺ സെക്ടർ ഈക്വൽ ടു 2πr into x by 360, 2π into 4 into 60 by 360, that is cut ചെയ്ത് 4π by 3 centimeter. Then total perimeter of the figure equal to 4π by 3 into 3, cut 3 by 3, cut 3 by 3, cut 3 by 3, that is 4π centimeter. 4 into 3.14, 12.56 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ ഇതൊരു പിക്ചർ ആപ്ലിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. ഏതൊരു ഫിഗർ ഡയറക്റ്റ് പ്രോബ്ലം ചോദിക്കത്തില്ലല്ലോ. ആപ്ലിക്കേഷൻ ലെവലാണ് ക്വസ്റ്റ്യൻസ് വരിക. അത് നമ്മൾ കറക്റ്റ് ചെയ്ത് വെക്കണം, ആപ്ലിക്കേഷൻ ലെവൽ. അടുത്ത നെക്സ്റ്റ് വേറൊരു കേസ്. പാർട്സ് ഓഫ് സർക്കിൾസ് ആർ ഡ്രോൺ centered at each vertex of a regular octagon, 8-sided octagon, and a figure is cut out as shown below. Calculate the perimeter of the figure. 1 2 3 4 5 6 7 7-sided ഫിഗറിനെ നമ്മൾ എന്ത് പറയുന്നത്? ഒക്ടഗൺ. 1 2 3 4 5 6 7 8 ഫിഗറാണ് ഒക്ടഗൺ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അവരൊക്കെ എന്ത് ഫോം ചെയ്തിട്ടുണ്ട്? ഒരു സെക്ടർ ഫോം ചെയ്തിട്ടുണ്ട്, ഒരു സെക്ടർ ഷേപ്പ് കാണിച്ചിട്ടുണ്ട്. ഈ സെക്ടർ ഷേപ്പിൽ ആർക്കിനെ അങ്ങോട്ട് സെപ്പറേറ്റ് മുറിച്ചെടുത്താൽ ആ ആർക്സ് കംപ്ലീറ്റ് ഇങ്ങോട്ട് മുറിച്ചെടുത്തൊരു ഫിഗർ ഉണ്ടാക്കി. 1 2 3 4 5 6 ഫിഗർ വരയ്ക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. 7 8 പാർട്ടാക്കി ഇങ്ങോട്ട് ഒരു അമീബ ഷേപ്പിലൊരു സാധനം ഉണ്ടാക്കി. 1 2 3 4 5 6 7 8 പെരിമീറ്ററാണ്. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ഫുള്ള് ആർക്ക് ലെങ്ത് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ദെൻ എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഇസ് എ റെഗുലർ ഒക്ടഗൺ അല്ലേ? റെഗുലർ ഒക്ടഗൺ. ഇതൊക്കെ ഈ 2 ഫിഗറും ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടാവും. റെഗുലർ ഒക്ടഗൺ. ദെൻ സൈഡ് 2 സെൻറ്റിമീറ്റർ ആണ്, സൈഡ് 2 ആണ്, ടോട്ടൽ ലെങ്ത് 2 ആണ്. ദെൻ മിഡ് പോയിൻറ്റിൽ ജോയിൻ ചെയ്യാണ്. റെഗുലർ ഹെക്സഗൺ ഷോൺ തന്നിട്ടുണ്ട്. അവിടെ നമുക്ക് എന്ത് ചെയ്തു? റേഡിയസ് ഇവിടെയൊക്കെ എല്ലാത്തിൻ്റെയും സെൻട്രലായിട്ടാണ് കറക്റ്റ് കണക്ഷൻ വരുന്നത്. ആർക്ക് ലെങ്ത് ഈക്വൽ ആർക്കായിട്ടാണ് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്തായിട്ട് മാറി? 1 1 ആയിട്ട് കട്ട് ചെയ്തു. 1 1 ആയിട്ട് റേഡിയസ് 1 ആയിട്ട് നമുക്ക് കിട്ടി. ദെൻ സെൻട്രൽ ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യാം. വാട്ട് ഈസ് ദ ആംഗിൾ ഓഫ് ദി റെഗുലർ ഒക്ടഗൺ? 8th പഠിച്ചതാണ് പോളിഗൺ എന്ന് പറയുന്ന ചാപ്റ്റർ. സം ഓഫ് ദി ആംഗിൾ ഓഫ് പോളിഗൺ n-2 into 180. Sum of the angle of any polygon equal to n-2 into 180. 8 minus 2 into 180. 6 into 180. That is equal to 1080. Each angle equal to 1080 divided by 8. 1080 divided by 8. 1 8 2 8 3 24 405. That is 135 degree. Each angle of the regular octagon equal to 135 degree. Then ഒരു സെക്ടറാണല്ലോ അത്, ഒരു സെക്ടറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അല്ലേ? സെൻട്രൽ ആംഗിൾ 135, റേഡിയസ് 1, 2നെ ഡിവൈഡ് ചെയ്ത് വെക്കുകയാണ്, റേഡിയസ് 1. എല്ലാം കറക്റ്റ് ഫിഗർ വരുമ്പോൾ ആ പിക്ചറിൽ തന്നെ നോക്കിയാൽ അറിയാം മിഡ് പോയിൻറ്റിലൂടെ ഇങ്ങനെ ജോയിൻ ചെയ്തിട്ടാണ് കറക്റ്റായിട്ട് ഈക്വൽ സെക്ടേഴ്സ് ഫോം ചെയ്തത്. ദെൻ
കറക്റ്റ്. ഈ ഒരു സെക്ടർ ആർക്ക് ലെങ്ത് ഓഫ് ദി വൺ സെക്ടർ ഇൻറ്റു 8 ആണ് പെരിമീറ്റർ ഓഫ് ദി പിക്ചർ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലേ. ആർക്ക് ലെങ്ത് ഓഫ് ദി വൺ സെക്ടർ ഈക്വൽ ടു 2πr ഇൻറ്റു എക്സ് ബൈ 360, 2πr ഇൻറ്റു 1 ഇൻറ്റു 135/360. കട്ട് 5 കട്ട് 360, കട്ട് 5 ചെയ്താൽ 27 ബൈ കട്ട് 5 ചെയ്താൽ 72. ഓക്കെ. ദെൻ കട്ട് 2 32, ദാറ്റ് ഈസ് 36. 9 കൊണ്ട് കട്ട് ചെയ്താൽ 3, ദെൻ 4, 3/4 പൈ സെൻറ്റിമീറ്റർ. 3/4 പൈ സെൻറ്റിമീറ്റർ ഈസ് ദി വൺ ആർക്ക് ലെങ്ത് ഓഫ് ദി sector. Then perimeter of the figure equal to 8 into 3/4 pi. Cut 4, cut 8, 2. 2 3s are 6 pi centimeter. എത്ര മക്കളെ? 6 pi centimeter. Arc length of the one sector equal to 3/4 pi centimeter. Central angle 135 degree. Radius 1. Then arc length equal to 3/4 pi centimeter. Then the total perimeter of the figure equal to 3/4 into 8, that is 6 pi centimeter. 6 into 3.14 വെറുതെ ചെയ്ത് നോക്കുക, എക്സാമിന് പറഞ്ഞാൽ മാത്രം ചെയ്താൽ മതി. 24 ബാലൻസ് 2 6 8, then 6 3s are 18.84 centimeter. 18.84 സെൻറ്റിമീറ്റർ. കറക്റ്റാണ് കേട്ടോ. ബോർഡ് ശ്രദ്ധിക്കുക. റെഗുലർ പെൻറ്റഗൺ അല്ല, റെഗുലർ ഹെക്സഗൺ അല്ല, റെഗുലർ ഓക്ടഗൺ ഫിഗറാണ് തന്നിരിക്കുന്നത്. 8 സൈഡഡ് ക്ലോസ്ഡ് ഫിഗർ ഈസ് കോൾഡ് ഓക്ടഗൺ. ദെൻ നമുക്ക് എന്ത് ചെയ്തു? ഈച്ച് ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്തു. റേഡിയസ് 1 2 ഡയമീറ്റർ ആയി സൈഡ് ഓഫ് ദി ഒക്ടഗൺ റെഗുലർ ഒക്ടഗൺ തന്നിട്ടുണ്ട്. അവിടെ കാൽക്കുലേറ്റ് ചെയ്തു, കറക്റ്റ് ചെയ്ത് ഇങ്ങനെ പോവുകയാണ്. ഓക്കെ, കാൽക്കുലേറ്റ് ചെയ്തു, അവിടെ കിട്ടി 6 pi. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ലെങ്ത് ഓഫ് എൻ ആർക്ക് ഓഫ് സെൻട്രൽ ആംഗിൾ 60 degree. Find the length of an arc of central angle 60 degree in a circle of radius 8 centimeter. In a circle of radius 8 centimeter, find the central angle of arc. Find the length of an arc of central angle 60 degree in a circle of radius 8 centimeter. വളരെ സിമ്പിൾ. റേഡിയസ് 8 centimeter, സെൻട്രൽ ആംഗിൾ x 60 degree. ഫോർമുല പറഞ്ഞാട്ടെ. 2πr into x by 360, 2π into 8 into 60 by 360. Cut 0, 2 cut 3, 2 cut 12. 3 cut 2 cut 3, 2 cut 18. 3 cut 6. Then 2 cut 6 cut 3. 8 pi by 3 centimeter. ഓക്കെ, 60 കട്ട് ചെയ്താൽ വളരെ സിമ്പിൾ അല്ലേ? 60 360 ഡയറക്റ്റ് കട്ട് ചെയ്യുക. 60യുടെ ടേബിൾ അറിയുന്നവർക്ക് 6 ആണ് ഡിനോമിനേറ്ററിൽ കിട്ടുക. ദെൻ 6 എടുത്ത് ഈ 2 കൊണ്ടും കട്ട് ചെയ്ത് 2 കട്ട് ചെയ്ത് 6 3. 8 ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. 8 pi by 3 centimeter. കാൽക്കുലേഷനിൽ ഇത് നിങ്ങൾക്ക് വാല്യൂസ് ഓഫ് പൈ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ അവർ സെപ്പറേറ്റ് ബ്രാക്കറ്റിൽ പറയും. 8 pi by 3 centimeter. Arc length of the sector with the central angle 60 degree and radius 8 centimeter. We get 8 pi by 3 centimeter. Next, ആ സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. The length of an arc of a circle. The length of an arc of a circle with the central angle 120 degree is 8 pi. Length of an arc of a circle with the central angle 120 degree is 8 pi. What is the diameter of the circle? What is the diameter of the circle? Then radius equal to unknown,
സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രി, ആർക്ക് ലെങ്ത്ത് എത്ര തന്നിരിക്കുന്നത്? ആർക്ക് ലെങ്ത്ത് 8 പൈ. ദെൻ 2 പൈ ആർ ഇൻറ്റു എക്സ് ബൈ 360 ഈസ് ഈക്വൽ ടു 8 പൈ. ദെൻ 2 പൈ ആർ ഇൻറ്റു എക്സ് 120 പൈ 360 ഈസ് ഈക്വൽ ടു 8 പൈ. നോക്കണം, ശ്രദ്ധിക്കുക. 120 കട്ട് 360 കട്ട്, ദാറ്റ് ഈസ് 3. 2 പൈ ആർ ഇൻറ്റു 1/3 ഈസ് ഈക്വൽ ടു 8 പൈ. ദെൻ 1/3 റൈറ്റോട്ട് മാറ്റുക. 2 പൈ ആർ ഈക്വൽ ടു 8 പൈ ഇൻറ്റു 3. 2 പൈ ആർ ഈക്വൽ ടു 24 പൈ. പൈ കട്ട് ചെയ്തു. 2r ഈക്വൽ ടു 24. That is 2r is the diameter of the circle. 2r is the diameter of the circle. Radius 12, diameter 24. Then 2 pi r into x by 360, 8 pi. 2 pi r into 120 by 360, 8 pi. 120 by 360, 1/3. 2 pi r into 1/3, 8 pi. 1/3 transpose right side, 24 pi. Then pi cut, 2r equal to 24. That is diameter of the circle 24. Then radius of the circle 12. ഇവിടെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചത്? ഡയമീറ്റർ ആണ്. അപ്പോൾ ഡയമീറ്റർ കണ്ടാൽ മതി, പറഞ്ഞ കാര്യം കണ്ടാൽ മതി, അതിൽ കൂടുതൽ കാണണ്ട, ഉള്ളത് തന്നെ കാണാനാവില്ല. ഓക്കെ, അപ്പോൾ ആർക്ക് ലെങ്ത്ത്, അതായത് ലെങ്ത്ത് ആൻഡ് ആങ്കിൾ എന്ന ഒരു ടോപ്പിക്കിൽ നമ്മൾ ഒരുപാട് പ്രോബ്ലംസ് ചെയ്തു. ഒരു 2, 3, 4, 5, 6, 7, 8 പ്രോബ്ലത്തോളം നമ്മൾ പ്രാക്ടീസ് ചെയ്തു. അപ്പോൾ ആർക്ക് ലെങ്ത് ഓഫ് ദി സെക്ടർ ഈക്വൽ ടു 2 പൈ ആർ ഇൻറ്റു എക്സ് ബൈ 360. ആർക്ക് ലെങ്ത് ഓഫ് ദി സെക്ടർ ഈക്വൽ ടു 2 പൈ ആർ ഇൻറ്റു എക്സ് ബൈ 360. ആർക്ക് ലെങ്ത് ഓഫ് ദി സെക്ടർ ഈക്വൽ ടു 2 പൈ ആർ ഇൻറ്റു എക്സ് ബൈ 360. പെരിമീറ്റർ ഓഫ് ദി സർക്കിൾ ഈക്വൽ ടു 2 പൈ ആർ. ഏരിയ ഓഫ് ദി സർക്കിൾ ഈക്വൽ ടു പൈ ആർ സ്ക്വയർ. ഒക്കെ തലയിൽ വരണം. ദെൻ ലാസ്റ്റ് പാർട്ട് ആങ്കിൾ ആൻഡ് ഏരിയ. ആങ്കിൾ ആൻഡ് ഏരിയ. ആങ്കിൾ ആൻഡ് ഏരിയ മീൻസ് സെക്ടർ തന്നെ. സെക്ടർ, സെൻട്രൽ ആംഗിൾ എക്സ്, റേഡിയസ്. ദെൻ ഏരിയ ഓഫ് ദി സെക്ടർ. ഏരിയ ഓഫ് ദി സെക്ടർ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് സെക്കൻഡ് ടോപ്പിക്കിൽ. ആർക്ക് റേഡിയസ് ഓഫ് ദി സർക്കിൾ ഓർ റേഡിയസ് ഓഫ് ദി സെക്ടർ ഈക്വൽ ടു ആർ, central angle equal to x degree. Then area of the sector equal to pi r square into x by 360. Area of the sector equal to pi r square into x by 360. ഓർക്കാൻ സുഖ, ലെങ്ത് ഓഫ് ആർക്ക് പറയുമ്പോൾ ഇവിടെ പെരിമീറ്റർ 2 പൈ ആർ ഇൻറ്റു എക്സ് ബൈ 360. ഏരിയ ഓഫ് സെക്ടർ പറയുമ്പോൾ ഏരിയ ഓഫ് സർക്കിളാണ് പൈ ആർ സ്ക്വയർ ഇൻറ്റു എക്സ് ബൈ 360. Then area of the sector equal to pi r square into x by 360. What is mean by the sector? Region bounded between two radii and corresponding arc is called sector of the circle. Arc length of the sector equal to 2 pi r into x by 360. Area of the sector equal to pi r square into x by 360. Formula എഴുതി വെക്കുക. pi r square into x by 360. Example problem 1. Find the area of a sector of central angle 120 degree. Central angle 120 degree in a circle of radius 9 centimeter. In a circle of radius 9 centimeter. അപ്പോൾ ഏരിയ ഓഫ് സെക്ടർ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. റേഡിയസ് 9 ആണ്, സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രി ആണ്. വർക്കിംഗ് കോളത്തിൽ എഴുതി വെക്കുക. റേഡിയസ് r ഈക്വൽ ടു 9 സെൻറ്റിമീറ്റർ, എക്സ് ഈക്വൽ ടു 120 ഡിഗ്രി, ഏരിയാസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ ഇൻറ്റു എക്സ് ബൈ 360. പൈ ഇൻറ്റു 9 സ്ക്വയർ ഇൻറ്റു എക്സ് 120 ഡിവൈഡഡ് ബൈ 360. കട്ട് 0 പൈ ഇൻറ്റു 9 12 കട്ട് 6 കട്ട് 3 1/3 3 9 കട്ട് 3 ദാറ്റ് ഈസ് 27 പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ. ഏരിയയുടെ യൂണിറ്റ് സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. പെരിമീറ്റർ ആണെങ്കിൽ സെൻറ്റിമീറ്റർ, ഓർ ആർക്ക് ലെങ്ത് ആണെങ്കിൽ സെൻറ്റിമീറ്റർ.
ഏരിയ ഓഫ് ദി സെക്ടർ ഈക്വൽ ടു 27 പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ. ഏരിയ ഓഫ് ദി സെക്ടർ ഈക്വൽ ടു 27 പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, ഡൺ 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 ചെയ്തല്ലോ. ആർക്ക് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്തു, ഏരിയ കാൽക്കുലേറ്റ് ചെയ്തു. ഏരിയ ഓഫ് ദി സെക്ടർ പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ, പൈ ആർ സ്ക്വയർ ഇൻറ്റു എക്സ് ബൈ 360. ഏരിയ ഓഫ് ദി സെക്ടർ പൈ ആർ സ്ക്വയർ ഇൻറ്റു എക്സ് ബൈ 360. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതാം. വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ദി സെക്ടർ? വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ദി സെക്ടർ? What is the area of the sector of central angle in a circle of radius 3 cm? In a central angle of circle of radius 3 cm. Full question mark. What is the area of the sector of the same central angle? What is the area of sector? What is the area of sector of the same central angle in a circle of radius 6 cm? In a circle of radius 6 cm. ഇവിടെ പറയുന്നത് എന്താണ്? ഫസ്റ്റ് കേസിൽ റേഡിയസ് ഓഫ് ദി സർക്കിൾ ഈക്വൽ ടു 3 സെൻറ്റിമീറ്റർ, ദെൻ സെൻട്രൽ ആംഗിൾ ഈക്വൽ ടു 120 ഡിഗ്രി. സെൻട്രൽ ആംഗിൾ ഈക്വൽ ടു 120 ഡിഗ്രി. ദെൻ ഏരിയ ഓഫ് ദി സെക്ടർ കാൽക്കുലേറ്റ് ചെയ്യണം. ഏരിയ ഓഫ് ദി സെക്ടർ ഈക്വൽ ടു പൈ ആർ സ്ക്വയർ ഇൻറ്റു എക്സ് ബൈ 360. പൈ ഇൻറ്റു 3 സ്ക്വയർ ഇൻറ്റു 120 ബൈ 360. പൈ ഇൻറ്റു 3 ഇൻറ്റു 3, 0 0 കട്ട്, ദറ്റ് ഈസ് 3. 1 ബൈ 3 കട്ട് കട്ട്, ദറ്റ് ഈസ് 3 പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ. ഫസ്റ്റ് കേസിലെ ഏരിയ റേഡിയസ് 3, ദെൻ സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രി. 3 പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ. പൈ ആവശ്യത്തിനുള്ള സ്ഥലത്ത് മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ റേഡിയസ് 6 ആയിട്ട് മാറി. കേസ് 2ൽ റേഡിയസ് 6 ആയി, സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രി തന്നെ. ദെൻ പൈ ആർ സ്ക്വയർ ഇൻറ്റു എക്സ് ബൈ 360. പൈ ഇൻറ്റു 6 ഇൻറ്റു 6, 120 ഡിവൈഡഡ് ബൈ 360. പൈ ഇൻറ്റു 0 0 കട്ട്, 12 കട്ട് 3, 3 6 കട്ട് 2, 6 ഇൻറ്റു 2, ദറ്റ് ഈസ് 12 പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ. 12 പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ. 12 പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ. ഫസ്റ്റ് കേസിൽ 3 പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ, സെക്കൻഡ് കേസിൽ 12 പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ. ഏരിയ ഓഫ് സെക്ടർ വളരെ സിമ്പിൾ ടോപ്പിക്കാണ്. ആർക്ക് ലെങ്ത് ആൻഡ് ഏരിയ ഓഫ് സെക്ടർ കേട്ടോ. ചെറിയ സിമ്പിൾ ടോപ്പിക്കായിട്ട് വരുന്ന ഒരു കേസാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Calculate the area of the shaded portion of this picture. Calculate the area of the shaded portion of this picture. Shaded portion ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. ദെൻ ഫിഗർ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഡഡ് പോർഷൻ, ദിസ് ഇസ് ഷെയ്ഡഡ് പോർഷൻ. ദെൻ സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രി. ദെൻ സ്മോളർ റേഡിയസ് 2 സെൻറ്റിമീറ്റർ, larger radius 3 centimeter. This is central angle 120 degree. ഇവിടെ 2 റേഡിയസ് കാണുക, 2 സെക്ടർ കാണാം അല്ലേ. നോക്കൂ, ഏരിയ ഓഫ് ദി ലാർജർ സെക്ടർ വിത്ത് റേഡിയസ് 3 സെൻറ്റിമീറ്റർ മൈനസ് ഏരിയ ഓഫ് ദി സ്മോളർ സെക്ടർ വിത്ത് റേഡിയസ് 2 സെൻറ്റിമീറ്റർ. ദെൻ ഷെയ്ഡഡ് റീജിയൻ ഏരിയ. ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ ഈക്വൽ ടു ഏരിയ ഓഫ് ലാർജർ സെക്ടർ മൈനസ് area of smaller sector. Area of shaded region equal to area of larger sector minus area of smaller sector. Area of larger sector minus area of smaller sector. Area of larger sector minus area of smaller sector. Okay. Then radius smaller, larger 3. അപ്പോൾ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ഏരിയ ഓഫ് ലാർജർ സെക്ടർ. ഏരിയ ഓഫ് ലാർജർ സെക്ടർ ഈക്വൽ ടു പൈ ആർ സ്ക്വയർ ഇൻറ്റു എക്സ് ബൈ 360. പൈ ഇൻറ്റു 3 സ്ക്വയർ ഇൻറ്റു 120 ബൈ 360. പൈ ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 0 0 കട്ട് 3, ദറ്റ് ഈസ് 1 ബൈ 3 കട്ട് ചെയ്തു 3 പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ. 3 പൈ, ദെൻ 3 പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ അവിടെ വെച്ചു. പൈ ലാസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഏരിയ ഓഫ് സ്മോളർ സെക്ടർ കിട്ടി.
സോറി ഏരിയ ഓഫ് ലാർജർ സെക്ടർ കിട്ടി. ഏരിയ ഓഫ് ലാർജർ സെക്ടർ റേഡിയസ് 3. ദെൻ ഏരിയ ഓഫ് സ്മോളർ സെക്ടർ. ഏരിയ ഓഫ് സ്മോളർ സെക്ടർ ഈക്വൽ ടു റേഡിയസ് എത്രയാണ് മക്കളെ? 2 പൈ ആർ സ്ക്വയർ ഇൻറ്റു എക്സ് ബൈ 360 പൈ ഇൻറ്റു 2 സ്ക്വയർ ഇൻറ്റു 120 ഡിവൈഡഡ് ബൈ 360 പൈ ഇൻറ്റു 2 സ്ക്വയർ 4 ഇൻറ്റു 120 ബൈ 360 0 കട്ട് ചെയ്തു 3 ദാറ്റ് ഈസ് 4 പൈ ബൈ 3 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഏരിയ ഓഫ് ലാർജ് സ്മോളർ സെക്ടർ ഈക്വൽ ടു 4 പൈ ബൈ 3 സെൻറ്റിമീറ്റർ സ്ക്വയർ. 4 പൈ ബൈ 3 സെൻറ്റിമീറ്റർ സ്ക്വയർ. ദെൻ സബ്ട്രാക്ട് ചെയ്യുക. 3 പൈ മൈനസ് 4 പൈ ബൈ 3 ക്രോസ് ചെയ്തു. 3 3 സാർ 9 മൈനസ് 4 5 പൈ ബൈ 3 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഏരിയ ഡിഫറൻസ് ഏരിയാസ് ഈക്വൽ ടു 5 പൈ ബൈ സെൻറ്റിമീറ്റർ സ്ക്വയർ. 5 പൈ ബൈ സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി അവിടെ വേണമെങ്കിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ? 5 ബൈ 3 എത്രയാണ്? 5 ബൈ 3 അപ്രോക്സിമേറ്റ് വാല്യൂ 3 1 4 1 3 സാർ 3 2 0.6 ദെൻ 18 1.666 ആണ് പോകുന്നത്. അപ്പോൾ 1.67 ഇൻറ്റു 3.14 1.67 ഇൻറ്റു 3.14 5 ഡിവൈഡഡ് ബൈ 3 കാൽക്കുലേറ്റ് ചെയ്താൽ 1.67 ഇൻറ്റു 3.14 വെറുതെ ചെയ്ത് നോക്കാനാണ്. 7 4s are 28 balance 2 6 4s are 24 26 balance 2 4 6 7 6 1 21 balance 2 18 20 balance 2 4 3 plus 2 5 8 13 balance 1 2 8 14 balance 1 2 5 that is 4 decimal place 5.24 approximate 5.2438 or 5.24 centimeter square. 5.24 centimeter square. വാല്യൂ കൊടുക്കുന്നത് ആവശ്യത്തിനനുസരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പറിൽ പറയും ബ്രാക്കറ്റിൽ പൈസ ഈക്വൽ ടു 3.14 എടുക്കുക കൊടുക്കുക ചെയ്യുക. ദെൻ കിട്ടിയല്ലോ. വളരെ സിമ്പിളാണ്. ഏരിയ ഓഫ് ലാർജർ സെക്ടർ മൈനസ് ഏരിയ ഓഫ് സ്മോളർ സെക്ടർ. ഏരിയ ഓഫ് ലാർജർ സെക്ടർ മൈനസ് ഏരിയ ഓഫ് സ്മോളർ സെക്ടർ. ഏരിയ ഓഫ് ലാർജർ സെക്ടർ മൈനസ് ഏരിയ ഓഫ് സ്മോളർ സെക്ടർ. ഏരിയ ഓഫ് ലാർജർ സെക്ടർ മൈനസ് ഏരിയ ഓഫ് സ്മോളർ സെക്ടർ. ദറ്റ് ഈസ് ഷെയ്ഡഡ് റീജിയൻ. ഏരിയ ഓഫ് ദി ഷെയ്ഡഡ് റീജിയൻ. അതാണ് ആ സെക്ടറിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയത്. Next question. Centered at each corner of a regular hexagon. Centered at each corner of a regular hexagon, comma, a part of a circle is drawn. A part of a circle is drawn, and a figure is cut out. As shown below. What is the area of the figure? 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 Area of the figure. Then നമുക്ക് അവിടെ കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും നോക്കുക. ഒരു റെഗുലർ ഹെക്സഗൺ ആണ് അവിടെ തന്നിരിക്കുന്നത്. ആ റെഗുലർ ഹെക്സഗണിനെ നമുക്ക് ഇവിടെ വരയ്ക്കുക, ഫിഗറിൽ വരയ്ക്കുക. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് റെഗുലർ ഹെക്സഗൺ 6 സൈഡഡ് ഫിഗറാണ് റെഗുലർ ഹെക്സഗൺ. ദെൻ നേരത്തെ ചെയ്ത പോലെ പെൻറ്റഗണിൽ ചെയ്ത പോലെ ഓരോന്നിൻ്റെയും മിഡ് പോയിൻ്റ് വെച്ച് ഓരോ കോർണറിലും സെക്ടറാക്കി ഫോം ചെയ്തു. ആ പീസ് എടുത്ത് ഇങ്ങോട്ട് കട്ട് ചെയ്തു, വരച്ചു. സിക്സ് സൈഡാണ് കൺസ്ട്രക്റ്റ് ചെയ്തു. ഏരിയ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലേ? ഏരിയ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ നോക്കൂ, ഏരിയ ഓഫ് റെഗുലർ ഹെക്സഗൺ -1 2 3 4 5 6 ഏരിയ ഓഫ്
6 സെക്ടേഴ്സ്. എല്ലാത്തിൻ്റെയും സൈഡ് അവർ തന്നത് 2 ആണ്. നേരത്തെ തന്ന അതേപോലെ തന്നെയാണ് 2, അതായത് 1 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 ഒക്കെ തന്നിട്ടുണ്ട്. 1 സെൻറ്റിമീറ്റർ 2 ആണ്, ഡിവൈഡ് ചെയ്ത് 1 1. ഏരിയ ഓഫ് റെഗുലർ ഹെക്സഗൺ മൈനസ് ഏരിയ ഓഫ് 6 സെക്ടേഴ്സ്. സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രി. സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രി. റെഗുലർ ഹെക്സഗൺ അല്ലേ, ഏരിയ ഓഫ് റെഗുലർ ഹെക്സഗൺ മൈനസ് ഏരിയ ഓഫ് 6 സെക്ടേഴ്സ്, അതാണ് നമുക്ക് പഠിക്കേണ്ടത്. ആദ്യം ഏരിയ ഓഫ് റെഗുലർ ഹെക്സഗൺ കാണണം. ഏരിയ ഓഫ് റെഗുലർ ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എ റെഗുലർ ഹെക്സഗൺ ഹാസ് ഡിവൈഡഡ് ഇൻറ്റു 6 ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. എ റെഗുലർ ഹെക്സഗൺ ഹാസ് ഡിവൈഡഡ് ഇൻറ്റു 6 ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. സൈഡ് ഓഫ് ദി റെഗുലർ ഹെക്സഗൺ എത്രയാണ്? 2 ആണ്. 2. അപ്പം ഓൾ സൈഡ് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഓൾ സൈഡ് എത്രയാണ് വരുന്നത്? 2 സെൻറ്റിമീറ്റർ. ദെൻ ഏരിയ ഓഫ് റെഗുലർ ഹെക്സഗൺ ഈക്വൽ ടു 6 into √3/4 a square. √3/4 a square is the equilateral triangle. Area of equilateral triangle √3/4 a square. 6 into √3/4 into 2 into 2. 2 cut 4 cut. That is 6 √3 centimeter square. Area of regular hexagon equal to 6 √3 centimeter square. Area of regular hexagon equal to 6 √3 centimeter square. അപ്പോൾ ഹെക്സഗൺ ഏരിയ ആയി. ഇനി ഏരിയ ഓഫ് 1 സെക്ടർ ഇൻറ്റു ഏരിയ ഓഫ് 6 സെക്ടർ. ഏരിയ ഓഫ് 1 സെക്ടർ പൈ ആർ സ്ക്വയർ ഇൻറ്റു x/360. പൈ ഇൻറ്റു 1 സ്ക്വയർ ഇൻറ്റു 120/360. പൈ ഇൻറ്റു കട്ട് ചെയ്താൽ 1/3 π/3 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഏരിയ ഓഫ് 1 സെക്ടർ ഈക്വൽ ടു π/3 സെൻറ്റിമീറ്റർ സ്ക്വയർ. സെൻട്രൽ ആംഗിൾ 120 സെപ്പറേറ്റ് കാണേണ്ട ആവശ്യമില്ല അല്ലേ. എ റെഗുലർ ഹെക്സഗൺ, ഓൾ ഹെക്സഗൺ ഹാസ് 720 ഡിഗ്രി ടോട്ടൽ ആംഗിൾ ഡിവൈഡഡ് ബൈ 6, ദാറ്റ് ഈസ് 120 ഡിഗ്രി. ദെൻ ഏരിയ ഓഫ് 1 സെക്ടർ പൈ ഇൻറ്റു 1 സ്ക്വയർ ഇൻറ്റു 120/360 π/3. Area of 6 sector, area of 6 sectors equal to 6 into π/3. Cut 3, cut 6, cut 3, cut 6, cut 3, cut 6, 2 pi centimeter square. Area of regular hexagon 6 √3. Area of 6 sectors 2 pi. Then area of shaded region. Area of shaded region equal to regular hexagon 6 √3 minus 2 pi. 6 into 1.73 minus 2 into 3.14. Then 6 into 1.73 √3 വാല്യൂ ആണ് 18, ബാലൻസ് 1, 42, 43, ബാലൻസ് 4, 10.38 minus that is 2 to 6.28. 10.38 minus 6.28, 0.14. Approximately 4.10 centimeter square. 4.10 സെൻറ്റിമീറ്റർ സ്ക്വയർ അപ്രോക്സിമേറ്റ് ആണ്. ഇങ്ങനെ തന്നെ വെച്ചാലും മതി. 6 √3 മൈനസ് 2 പൈ സെൻറ്റിമീറ്റർ എന്ന് വെച്ചാലും മതി കേട്ടോ. √3 is equal to 1.73 ന്യൂ നമ്പേഴ്സിൽ അറിയാം. ദെൻ പൈ is equal to 3.14. സബ്സ്റ്റിറ്റ്യൂട്ട് വി ഗെറ്റ് 6 into 1.73 10.38. Then 2 into 3.14 6.28. Subtract we get 4.10 centimeter square. Area of shaded region equal to 4.10 centimeter square. Then വളരെ ആപ്ലിക്കേഷൻ ലെവൽ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. എന്താണ്? ഏരിയ ഓഫ് റെഗുലർ ഹെക്സഗൺ മൈനസ് ഏരിയ ഓഫ് 6 സെക്ടേഴ്സ് വിത്ത് സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രി. In an central angle of regular hexagon equal to 720 degree. Each angle equal to 720 divided by 6, 120 degree. That is regular hexagon. Then a regular hexagon has divided into 6 equilateral triangle. 6 into √3/4 a square. Area of regular hexagon equal to 6 into √3/4 a square.
ദെൻ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സൈഡ് ഓഫ് ദി റെഗുലർ ഹെക്സഗൺ ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സൈഡിന് ഈക്വലാണ്. ദെൻ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, 2 സ്ക്വയർ 4 കട്ട് ചെയ്തു, 6√3 കിട്ടി. ദെൻ 1 സെക്ടർ കാൽക്കുലേറ്റ് ചെയ്തു, കണ്ടുപിടിച്ചു. ദെൻ അതിനെ നമുക്ക് 6 കൊണ്ട് പ്രൊഡക്റ്റ് ചെയ്തു. ഓക്കെ, ദാറ്റ് ഈസ് 2π, 6√3 മൈനസ് 2π. ഓക്കെ, പെർഫെക്റ്റ് ആയല്ലോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി ഏരിയ ഓഫ് എ സെക്ടർ വിത്ത് സെൻട്രൽ ആംഗിൾ 120 degree. ദി ഏരിയ ഓഫ് എ സെക്ടർ വിത്ത് സെൻട്രൽ ആംഗിൾ 120 degree ഈസ് 24π centimeter square. 24π centimeter square. What is the radius of the circle? What is the radius of the circle? Pi r square into x by 360. Pi r square into x by 360 is equal to 24π centimeter square. Then central angle 120 ആണ്. Pi r square into 120 divided by 360 is equal to 24π. Pi cut. Then 0 0 cut, 12 36 cut by 3. R square is equal to 24 into 3. R square equal to 72. R is equal to √72. √72 rationalize ചെയ്യുക. 2 36 2 18 2 9 3 3 3 1 2 group 1 2 group 3 3 2s are 6. Radius of the circle equal to, or radius of the sector equal to 6√2 centimeter. Radius of the sector equal to 6√2 centimeter. Okay, very good. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ പെരിമീറ്റർ തന്ന് റേഡിയസ് കാണാം, ഏരിയ തന്ന് റേഡിയസ് കാണാം. പെരിമീറ്റർ തന്ന് റേഡിയസ് കാണാം, ഏരിയ തന്ന് റേഡിയസ് കാണാം. അത് കറക്റ്റ് ചെയ്യണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസ് കേട്ടോ. അതാണ് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം. ഫൈൻഡ് ദി ഏരിയ ഓഫ് എ സെക്ടർ ഓഫ് റേഡിയസ്. ഫൈൻഡ് ദി ഏരിയ ഓഫ് എ സെക്ടർ ഓഫ് റേഡിയസ് 12 centimeter and central angle 60 degree. Find the area of a sector of radius 12 centimeter and central angle 60 degree. Central angle 60 degree. Radius 12 centimeter, central angle 60 degree. X equal to 60. പറഞ്ഞേ, pi r square into x by 360. Pi into 12 square into 60 by 360. Pi into 12 into 12 into cut 0 1 by 6. 6 and 12 cut ചെയ്ത് 2 24 pi centimeter square. 24 pi centimeter square. 24 pi centimeter square. അല്ലേ, ഏരിയ കിട്ടി 24 pi centimeter square. സെൻട്രൽ ആംഗിൾ 60 ഡിഗ്രി ആണ്. ഓക്കെ, pi r square into x by 360. Pi into 12 square into 60 by 360. 12 into 12 1 by 6 ആയി. കട്ട് 12 കട്ട് 6 2 12s are 24 pi centimeter square. അപ്പോൾ ഏരിയ ഓഫ് സെക്ടറിൽ നമ്മൾ കുറേ പ്രോബ്ലം ചെയ്തു. 1 2 ദെൻ 3 4 5 6 കുറേ പ്രോബ്ലം ചെയ്തു. ഏരിയ ഓഫ് സെക്ടർ ആൻഡ് ഏരിയ ഓഫ് സെക്ടർ ആൻഡ് ആർക്ക് ലെങ്ത് ഓഫ് ദി സെക്ടർ വളരെ സിമ്പിളായിട്ടുള്ള ചെറിയ ഒരു ടോപ്പിക്കാണ്. ഇനി ടോട്ടൽ ഈ ചാപ്റ്ററിലെ ഫോർമുലാസ് ഒന്ന് പറയാം. ദെൻ ഫോർമുല എഴുതി വെക്കണം, ലാസ്റ്റ് ഒരു ബോക്സിലാക്കി വെക്കണം എല്ലാവരും. എനിക്ക് റിവിഷനിൽ കാണിച്ചു തരണം. ദെൻ ഏരിയ ഓഫ് ദി സർക്കിൾ പൈ ആർ സ്ക്വയർ. പെരിമീറ്റർ ഓഫ് ദി സർക്കിൾ 2πr. ഏരിയ ഓഫ് ദി സെക്ടർ പൈ ആർ സ്ക്വയർ ഇൻറ്റു എക്സ് ബൈ 360. ആർക്ക് ലെങ്ത് ഓഫ് ദി സെക്ടർ 2πr ഇൻറ്റു എക്സ് ബൈ 360. ഓക്കെ, വളരെ വൃത്തിയായിട്ട് ഈ ചാപ്റ്റർ നമ്മൾ ഫിനിഷ് ചെയ്തു. ഇനി ഇതിൻ്റെ PDF ക്വസ്റ്റ്യൻസ്, എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് കുറച്ച് തരും. അത് വർക്കൗട്ട് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, എല്ലാം ചെയ്ത് പഠിക്കുക. ഇനി അടുത്ത 10th 11th 12th 13 4 ചാപ്റ്റേഴ്സ് ഉണ്ട്. റിയൽ നമ്പേഴ്സ് അങ്ങനെ വരുന്ന, സോളിഡ്സ് വരുന്ന, സ്റ്റാറ്റിസ്റ്റിക്സിൽ അതിൽ 3 ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഒരു ചാപ്റ്റർ ചെറിയൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഇനി 3 ചാപ്റ്ററാണ് നമുക്കിനി ഫിനിഷ് ചെയ്യാനുള്ളതെന്ന് ഓർത്താൽ മതി. ഓക്കെ, അപ്പോൾ അത് വൃത്തിയായിട്ട് നിങ്ങൾ പഠിക്കുക, ചെയ്തുകൊണ്ടേയിരിക്കുക, പ്രാക്ടീസ് കൂട്ടിക്കൊണ്ടേയിരിക്കുക.
കേട്ടുന്നല്ലോ. എക്സാം യൂണിറ്റ് ടെസ്റ്റൊക്കെ കറക്റ്റ് ടൈമിന് അറ്റൻഡ് ചെയ്യണം. സൺഡേ യൂണിറ്റ് ടെസ്റ്റ് കഴിഞ്ഞാൽ മൺഡേ നൈറ്റോട് കൂടിയിട്ട് കംപ്ലീറ്റ് ആളുകൾ അത് സെൻഡ് ചെയ്യണം. നിങ്ങളെ വയ്യക്ക് വിളിച്ച് പറയാൻ പറ്റില്ല. ഇതിൻ്റെ സീരിയസ്നെസ് നിങ്ങൾ ഉൾക്കൊള്ളണം. കേട്ടില്ലേ? ഇതിന് ഈ 9th ഇല്ലെങ്കിൽ 10th ഇല്ല, +1 ഇല്ല, +2 ഇല്ല, പോയി, എല്ലാം പോയി. നിങ്ങളെ കണ്ടിന്യൂഷൻ കംപ്ലീറ്റ് പോകും. അതാണ് പറയുന്നത്. എല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ടാണ് കൊണ്ടുപോകുന്നത്. അത് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക എന്ന പണി മാത്രമേ ഉള്ളൂ. സിൻസിയറായിട്ട് ചെയ്യണം. തട്ടിപ്പും തരികിടി നടത്താൻ പറ്റില്ല. എത്ര ആളുകളെ വിളിച്ചിങ്ങനെ വൈകി നടക്കുന്നത്, അത് കറക്റ്റ് ചെയ്യുക. ഓക്കെ, നല്ല കുട്ടികളായി ചെയ്യുക. ഓക്കെ, നന്ദി, നമസ്കാരം.